ജ്യോതിഷം മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ട് അതെങ്ങനെ പ്രയോഗിക്കണമെന്നുള്ളതാണ് ഭാവം. രാശിചിന്തയും ഭാവചിന്തയും ഉണ്ട്. ചില കാര്യങ്ങൾക്ക് രാശിയെ മാത്രമാണ്, ചില കാര്യങ്ങൾക്ക് ഭാവം. ഭവിക്കുന്നത് ഭാവത്തിലാണ്, സംഭവിക്കുക എന്ന് പറയുന്ന ഭാവത്തിലാണ്. അഞ്ചാം ഭാവം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ഭാവത്തിന്റെ കാര്യം ഏഴനാണ്. ആ ഭാവം ഏത് രാശിയിൽ വന്നിരിക്കുന്നു, ആ ഭാവത്തിന്റെ അധിപൻ എവിടെ നിൽക്കുന്നു, ഇങ്ങനെ 3 വിഷയങ്ങൾ വരും. ആ 3നെയും നമ്മൾ വിശകലനം ചെയ്തിട്ട് വേണം ഫലം പറയാൻ. ഭാവം ചിന്തിക്കുക, പാർശ്വത്വ രണ്ടവശത്തും ഭാവഗ്രഹങ്ങൾ നിൽക്കുക, പിന്നെ ഭാവത്തിൽ തന്നെ ഭാവഗ്രഹങ്ങൾ നിൽക്കുക, ഭാവത്തിൽ ഭാവഗ്രഹങ്ങളുടെ യോഗം ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടൊരു ആ പ്രശ്നത്തിന് വന്നു കഴിഞ്ഞാൽ അയാളുടെ ചിന്ത ബാഹ്യമാണോ ആഭ്യന്തരമാണോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. പോരാതെ തന്നോടും ബന്ധുത്വ ബന്ധു എന്നുള്ളതാണ് നമുക്കുള്ള ഭാവങ്ങൾ. അത് അബ്ജക്റ്റീവാണ്. പുറത്തുള്ള വിഷയങ്ങൾ ബാഹ്യം ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആന്തരികമായിട്ട് കല്യം, സ്വവിക്രമം, പ്രതിഭാക്ഷതായി എന്ന് പറയുന്ന 12 ഭാവങ്ങൾ. അതിൽ ഏത് ഭാവമാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ് വിശകലനം ചെയ്യേണ്ടത്. അതെല്ലാം നമ്മുടെ ലേഖനത്തിൽ പറഞ്ഞു. എന്നാൽ ആ ഭാവത്തിന് ആ കല്യം, തന്മാറ്റി കല്യാണി എന്ന് പറയുന്ന വിഷയങ്ങൾ കുറെ കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിരുന്നെങ്കിൽ